ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു 2 ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയും വരുന്ന ആഘോഷങ്ങളൊക്കെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ഒരപ്പത്തിൻ്റെ റെസിപ്പിയുമാണ്. ഈ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചിക്കൻ കറി മാച്ചാവുന്നത്, എല്ലാത്തിനൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു മിക്സിയുടെ ജാറിനകത്ത് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയാണ് ഇടുന്നത്. തോലോടുകൂടി തന്നെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം. മല്ലിയില, അതേ അളവിൽ തന്നെ പുതിനയും ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. കടായിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, 2 ഏലക്ക, സവാള കനം കുറച്ച് നല്ല നീളത്തിൽ അരിഞ്ഞാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കണേ സവാള. സവാളയൊന്ന് മൂടി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുമേ. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ സിമ്മി വെച്ചിട്ട് മൂടി വെക്കുക. സവാള പകുതിയെ വഴന്നിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വഴന്ന് കിട്ടണം. സവാള നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എണ്ണ കൂടുതലുള്ള പോലെ തോന്നുന്നത്. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. മുളക് പൊടി ഇവിടെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. ആ കറിയൊക്കെ തിളച്ച അവസാനം എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടി മാത്രമേ. ഇവിടെ മല്ലിപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി ഒരു 2-1/4 സ്പൂണ് എണ്ണയിലോട്ടിടുക. തീ അങ്ങ് കുറച്ച് വയ്ക്കുക. നന്നായിട്ട് നല്ല ഹുമിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടുക. പേസ്റ്റ് ഇട്ടതിന് ശേഷം തീ ഒന്ന് കൂട്ടി വെച്ചുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് പോയി കിട്ടണം. ഇനി ആ മിക്സിയുടെ ജാറിനകത്തോടെ ശകലം വെള്ളം കൂടി ഉപയോഗിച്ച് ഈ വെള്ളത്തിനകത്തൂടെയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വഴറ്റിയെടുക്കാം. തീയം കൂട്ടി വെച്ചാൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടുമേ. ഗരം മസാലയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പൊടിച്ചത്. 1/2 കിലോ ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളമാണ്. പച്ചവെള്ളം ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഒരു 10 മിനിറ്റ് നേരത്തെ തന്നെ ഫുൾ ഫ്ലെയിം വെച്ച് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണേ. ഞാൻ ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴും ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഏകദേശം 3/4 വേവായിട്ടുണ്ട്. എണ്ണയൊക്കെ ഒരളവിന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കറിയുടെ കളറൊക്കെ മാറും, കുറച്ചുകൂടെയൊക്കെ തിക്കാകും. ഇനി നിങ്ങളുടെ എരിക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർക്കുക. കസൂരി മേത്തിയാണ്. ഇത് സ്കിപ്പ് ചെയ്യലേ, ഇത് മസ്റ്റായിട്ട് ചേർത്തിരിക്കണേ. ഇത് ചേർക്കും നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കറിക്ക് വരും. കറിയുടെ ഗ്രേവിക്കകത്തോട്ടൊന്ന് താത്ത് കൊടുത്താൽ മതി. മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ബാക്കിയുടെ വേവിച്ചെടുക്കാമേ. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് ഒന്ന് ഒതുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനി ഈ കറിയൊക്കെ നന്ന കളറും മാറും, കുറച്ചുകൂടെ ഡാർക്കാവും. എണ്ണയൊക്കെ ഇനി നന്നായിട്ട് തെളിഞ്ഞ് കിട്ടുമേ. ഇനി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയുള്ള അപ്പമാണ്. എന്തെങ്കിലും വ്യത്യസ്തത നിങ്ങൾ ചെയ്യുന്നതിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 ഗ്ലാസ് തേങ്ങ, തിരുമ്മി തേങ്ങ, 1 സ്പൂൺ പഞ്ചസാര, ഒരൽപ്പം ജീരകം, 2 വെളുത്തുള്ളി, കുഞ്ഞുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. 1/2 സ്പൂൺ നല്ല ഈസ്റ്റ് നോക്കിയിടണം. 2 സ്പൂൺ ചോറ്. ചിലർ ചോറ് അരയ്ക്കും, ചിലർ അരയ്ക്കത്തില്ലേ.
ഇതാ മൂടി വെക്കാം. 2 മണിക്കൂർ, നല്ല ഈസ്റ്റ് ആണെങ്കിൽ 2 മണിക്കൂർ ധാരാളം, നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതാ ഉപ്പിടുക. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ബീറ്റ്റൂട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താണ്. ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നാച്ചുറൽ കളർ ചേർക്കുന്നതെന്ന് മാത്രം. ടേസ്റ്റ് വ്യത്യാസം ഒന്നും വലുതായിട്ടൊന്നും മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. നടുക്ക് വെള്ള മാവാണ് ഒഴിച്ചിട്ടുള്ളത്, കളർ ചേർക്കാത്ത മാവ്. സൈഡിൽ പിങ്ക് മാവാണ്, ലൈറ്റ് കാരണം പിങ്ക് അത്രയും കാണുന്നില്ല, നല്ല പിങ്ക് കളറാണ്. എല്ലാവരും ഒക്കെ ചെയ്യുന്ന പോലൊക്കെയുള്ള അപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. ഈ ഡിസൈനൊക്കെ കളറും എങ്ങനെ വരുന്നതെന്ന് മാത്രം ഞാനിവിടെ തിരിച്ചിടുന്നുണ്ട്, ചിലർ തിരിച്ചിടത്തില്ല. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്യണേ.